അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 12 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. ശ്രീജഗദംബികായൈ നമഃ. അധ ചതുർത്ഥസ്കന്ധ 5-മോऽധ്യായ. വ്യാസ ഉവാച. അധ കിം ബഹുനോക്തേന സംസാരേസ്മിൻ നൃപോത്തമ ധർമാത്മാദ്രോഹബുദ്ധിസ്തു കശ്ചിൽ ഭവതി കർഹിചിൽ. രാഗദ്വേഷാവൃതം വിശ്വം സർവം സ്ഥാവരജംഗമം. ആദ്യേ യുഗേപി രാജേന്ദ്ര കിമദ്യ കലിദൂഷിതേ. ദേവാസേർഷ്യാശ്ച സദ്രോഹ ഝലകർമ്മരതാ സദാ. മാനുഷാണാം തിരശ്ചാം ച കാ വാർത്താ നൃപഗണ്യത്തെ. ദ്രോഹപരേ ദ്രോഹപരോ ഭവേദിതി സമാനതാ. അദ്രോഹിണി തഥാ ശാന്തേ വിദ്വേഷ ഖലതാ സ്മൃത. യ കശ്ചിൽ താപസശാന്തോ ജപധ്യാനപരായണ ഭവേത്തസ്യ ജപേ വിഘ്നകർത്താ വൈ മഘവാപരം. സതാം സത്യയുഗം സാക്ഷാൽ സർവദൈവാസതാം കലി. മധ്യമോ മധ്യമാനാം തു ക്രിയായോഗൗ യുഗേ സ്മൃതൗ. കശ്ചിൽ
കദാചിൽ ഭവതി സത്യധർമാനുവർത്തക അന്യഥാന്യയുഗാനാം വൈ സർവേ ധർമ്മപരായണ വാസനാ കാരണം രാജൻ സർവത്ര ധർമ്മസംസ്ഥിതൗ തസ്യാം വൈ മലിനായാം തു ധർമ്മോപി മലിനോ ഭവേൽ മലിനാ വാസനാ സത്യം വിനാശയതി സർവഥാ ബ്രഹ്മണോ ഹൃദയാജ്ജാത പുത്രോ ധർമ്മ ഇതി സ്മൃത ബ്രാഹ്മണ സത്യസമ്പന്നോ വേദധർമ്മരതഃ സദാ ദക്ഷസ്യ ദുഹിതാരോഹീ വൃത ദശമഹാത്മനാ വിവാഹവിധിനാ സമ്യക് മുനിനാ ഗൃഹധർമ്മിണാ താസ്വജീജനയൽ പുത്രാൻ ധർമ്മ സത്യവതാം വരാ ഹരിം കൃഷ്ണം നരം ചൈവ തഥാ നാരായണം നൃപ യോഗാഭ്യാസരതോ നിത്യം ഹരി കൃഷ്ണോ ബഭൂവഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 12 ശ്ലോകങ്ങളെ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ധർമ്മബുദ്ധിയുള്ളവനും ദ്രോഹബുദ്ധിയില്ലാത്തോനും ഈ ലോകത്തോരുവനുണ്ടായെന്നും വരാം. ചരാചരമായതല്ല രാഗദ്വേഷം നിറഞ്ഞതും യുഗാരംഭം തന്നെ കലിയുഗത്തിലും സൂരർ പോലും ഈർഷ്യയും ദ്രോഹബുദ്ധിയും ഉള്ളവർ താൻ നരതിര്യക്കുകൾ തൻ കഥ പറയണോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദ്രോഹിച്ചാൽ തിരിച്ചും തോന്നും ദ്രോഹം ചെയ്യാത്തവനെയും ദ്രോഹിച്ചിടില്ലതു ക്രൂരത തന്നെയല്ലോ. ശാന്തനായി തപം ചെയ്യും മുനിയുടെ തപസ്സിനു വിഘ്നമുണ്ടായിടാൻ ദേവേന്ദ്രൻ ശ്രമിച്ചിടും. സാധുക്കൾക്ക് സർവയുഗം സത്യയുഗം പോലെയല്ലോ, അസാധുക്കൾക്കെല്ലാം കലിയുഗം താനല്ലോ. ക്രിയായോഗം വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാം യുഗം രണ്ടും മധ്യമന്മാർക്കാണെന്നതും അറിഞ്ഞിടണം. അമ്മേ ദേവി, അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സത്യധർമ്മമുള്ളവനോ ഒരിക്കലോ ഉണ്ടായിടാം, അല്ലെങ്കിൽ അന്യയുഗധർമ്മ
ധർമ്മത്തിൻ്റെ നിലനിൽപ്പിനു കാരണം വാസന മലിനമായാൽ ധർമ്മവുമാകും. മലിന വാസനകളോ സത്യത്തെ നശിപ്പിച്ചിടും. ബ്രഹ്മാവിൻ്റെ ഹൃത്തിൽ നിന്നും ധർമ്മനുണ്ടായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബ്രഹ്മജ്ഞാനി സത്യസന്ധൻ വേദധർമ്മ തൽപരനും ദക്ഷന്റെ 10 പുത്രിമാരെയും വേട്ടല്ലോ. മുനിയാമദ്ദേഹം വിധി പോലെ ഗൃഹസ്ഥനായല്ലോ. പുത്രന്മാർക്കു ജന്മമേകി സത്യവാൻ ധർമ്മൻ. നരനാരായണന്മാരും ഹരികൃഷ്ണൻ 4 പുത്രർ. ഹരിയും കൃഷ്ണനും യോഗാഭ്യാസ തൽപര. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷരപൂജയിൽ ഇന്ന് 336 ദിവസം, 4-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 12 ശ്ലോകങ്ങളെയാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. നരനാരായണ കഥയാണ് വേദവ്യാസൻ ജനമേജയന് പറഞ്ഞു കൊടുക്കുന്നത്. വ്യാസൻ തുടർന്ന് പറയുന്നു, ഇവിടെ അഹങ്കാരത്തിൽ നിന്നുണ്ടായ ജഗത്ത്, അതുകൊണ്ട് തന്നെ അതിൽ ജനിക്കുന്ന ആളുകളൊക്കെ രാഗദ്വേഷാദികൾക്ക് വശംവദരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 4-ാമത്തെ അധ്യായം സമർപ്പിച്ചത്. വ്യാസം പറയുന്നു, അഥ കിം ബഹുനോക്തേന, ഇനി എന്തിനാണ് കൂടുതൽ പറയുന്നത്? ഹേ നൃപോത്തമ, സംസാരേസ്മിൻ, ഈ സംസാരത്തിൽ ധർമാത്മാദ്രോഹബുദ്ധിസ്തു, ധർമ്മബുദ്ധിയുള്ള ആളുകളും ദ്രോഹബുദ്ധിയില്ലാത്തവരും ആയിട്ടുള്ള ഒരാള് ഈ ലോകത്തിൽ എവിടെയെങ്കിലും കശ്ചിത് ഭവതി കർഹിച്ചിൽ,
ചിലപ്പോൾ എവിടെയെങ്കിലും ഉണ്ടായി എന്ന് വരാം, അത്രയേ ഉള്ളൂ. കൂടുതൽ ആളുകളൊക്കെ എങ്ങനെയുള്ളവരാണ്? അധർമ്മബുദ്ധിക്കാരും ദ്രോഹബുദ്ധിയുള്ളവരുമാണ്. ധർമ്മബുദ്ധിയുള്ളവരും ദ്രോഹബുദ്ധി ഇല്ലാത്തവരുമാണ് വേണ്ടത്. അത് വളരെ അപൂർവമാണ്. രാഗദ്വേഷാവൃതം വിശ്വം സർവം സ്ഥാവരജംഗമം ആദ്യേ യുഗേപി രാജേന്ദ്ര കിമദ്യ കലിദൂഷിത. ചരാചരാത്മകമായിരിക്കുന്ന സ്ഥാവരജംഗമം സർവം വിശ്വം, ഈ ചരാചരാത്മകമായിരിക്കുന്ന സർവജഗത്തും രാഗദ്വേഷങ്ങൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓതപ്രോതമാണ് രാഗദ്വേഷാവൃതം. അപ്പോ ആദ്യേ യുഗേപി, ആദ്യത്തെ യുഗത്തിൽ തന്നെ, കൃതയുഗത്തിൽ തന്നെ അതായിരുന്നു സ്ഥിതി എങ്കിൽ ഹേ രാജേന്ദ്ര കിമദ്യ കലിദൂഷിത, കലിയുടെ ഈ ദൂഷ്യവശങ്ങൾ നിറഞ്ഞ കലിദൂഷിതമായിരിക്കുന്ന ഈ യുഗത്തിൻ്റെ കഥ പ്രത്യേകം പറയാനുണ്ടോ? ദേവാ ശീർഷ്യാശ്ച സദ്രോഹ ഛലകർമ്മ രഥാസദ. ദേവന്മാർ പോലും ഈർഷ്യയുള്ള ആളുകളാണ്, ദ്രോഹബുദ്ധിയുള്ളവരാണ്. ഛലകർമ്മരത, എപ്പോഴും വ്യാജ വൃത്തികളിൽ താല്പര്യമുള്ളവരാണ്. മാനുഷാണാം തിരശ്ചാം ച കാ വാർത്താ നൃപഗണ്യത. അങ്ങനെയെങ്കിൽ ദേവന്മാർ സത്വഗുണപ്രധാനികളാണ്, അവർ പോലും ഇങ്ങനെയാണെങ്കിൽ മനുഷ്യരുടെയും തിര്യക്കുകളുടെയും കഥ പ്രത്യേകം പറയണോ? ഇന്നെ എന്താണ് പറയുക എന്ന്? കാ വാർത്ത നൃപ ഗണ്യത. ദ്രോഹപരേ ദ്രോഹപരോ ഭവേദിതി സമാനത. ദ്രോഹിക്കുന്നവരോട് ദ്രോഹബുദ്ധി ഉണ്ടാവുക എന്നുള്ളത് ലോക സ്വഭാവമാണ്, സാധാരണയാണ്. സമാനത. അദ്രോഹിണീ തഥാ ശാന്തേ വിദ്വേഷ ഖലതാസ്മൃത. എന്നാൽ തന്നെ ദ്രോഹിക്കാത്തവരെ പോലും അതുപോലെ ശാന്തനായിരിക്കുന്ന ഒരാളെയും ദ്രോഹിക്കുന്നത് ഖലതാസ്മൃത, അത് വലിയ ദുഷ്ടത തന്നെയാണ്. യകശ്ചിത്താപശാന്തോ ജപധ്യാനപരായണ ഭവേത്തസ്യ ജപേ വിഘ്നകർത്താവൈ മഘവാപരം. ഇപ്പം ശാന്തനായി, എന്താ അതിന് ഉദാഹരണം പറഞ്ഞതാണ് നരനാരായണന്മാരുടെ കഥ. ശാന്തനായി ജപാദികളിൽ മുഴുകിക്കഴിയുന്ന താപസന്റെ തപസ്സിന് മഘവൻ ആരാ? ദേവേന്ദ്രൻ അങ്ങേയറ്റം വിഘ്നം വരുത്തുന്നു. ദേവേന്ദ്രന്റെ വിചാരം ദേവേന്ദ്രന്റെ പദവിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. സതാം സത്യയുഗം സാക്ഷാൽ സർവദൈവാസതാം കലി മധ്യമോ മധ്യമാനാം തു ക്രിയായോഗവും യുഗേ സ്മൃത. എല്ലാ യുഗത്തിലും 3 കൂട്ടരുണ്ടാവും: സാധുക്കൾ, അസാധുക്കൾ, മധ്യമന്മാര്. അവരിൽ സാധുക്കൾക്ക് എല്ലാ യുഗത്തിലും, അവർക്ക് എല്ലാ യുഗവും സത്യയുഗമാണ്, അവരുടെ ചിന്താധാര അങ്ങനെയാണ്. അസാധുക്കൾക്കോ അവർക്ക് എല്ലാ യുഗവും കലിയുഗമാണ്. ഏത് യുഗത്തിലാണോ ക്രിയായോഗം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്, അതേതാണ്? ത്രേതായുഗവും ദ്വാപരയുഗം. ഈ 2 യുഗങ്ങൾ മധ്യമന്മാർക്കുള്ളതാണ്. സാധുക്കളും മധ്യമന്മാരും അതിനെ ആശ്രയിച്ച്, ആ യുഗത്തെ ആശ്രയിച്ച് ധർമ്മത്തെ പരിപാലിക്കും. എന്നാൽ അസാധുക്കളായിട്ടുള്ള ആളുകളോ, ദുഷ്ടന്മാര്, അവർക്ക് ഏത് യുഗമാണെങ്കിലും അവർക്ക് കലിയുഗം പോലെയാണ്. കശ്ചിൽ കദാചിൽ ഭവതി സത്യധർമാനുവർത്തക അന്യഥ അന്യയുഗാനാം വൈ സർവേ ധർമ്മപരായണ. സത്യധർമാദികൾ അനുവർത്തിക്കുന്ന ഒരാള് ഒരിക്കൽ ഉണ്ടായി എന്ന് വരാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും അന്യയുഗത്തിലെ ധർമ്മം അനുഷ്ഠിക്കുന്നവരായി തീരും, ഇല്ലേ? അങ്ങനെ ഇല്ലല്ലോ. വാസനാ കാരണം രാജൻ സർവത്ര ധർമ്മസംസ്ഥിതം. ധർമ്മത്തിന്റെ നിലനിൽപ്പിന് കാരണം വാസനയാണ്. ശുദ്ധമായ വാസന കുറവാണ്, അതുകൊണ്ടാണ് ധർമ്മം നിലനിൽക്കാത്തത്. തസ്യാം വൈ മലിനായാം തു ധർമ്മോപി മലിനോ ഭവൻ. അപ്പോ വാസന മലിനമായി കഴിഞ്ഞാൽ ധർമ്മവും മലിനമായിട്ട് തീരും. മലിനാ വാസനാ സത്യം വിനാശയതി സർവധ. മലിനമായ വാസന സത്യത്തെ നശിപ്പിക്കും. സത്യം വിനാശയതി സർവധ, എല്ലാ നിലയ്ക്കും. ബ്രഹ്മണോ ഹൃദയാജാത പുത്രോ ധർമ്മ ഇതി സ്മൃത. ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ധർമ്മൻ എന്ന പുത്രനുണ്ടായത് എന്നാണ് പറയുന്നത്, അല്ലേ? ഇതി സ്മൃത, കേട്ടുകേൾവി. ബ്രാഹ്മണ സത്യസമ്പന്നോ വേദധർമ്മരത സദാ ദക്ഷസ്യ ദുഹിതാരോഹി വ്രതാ ദശമഹാത്മന. അദ്ദേഹം, ഈ ധർമ്മൻ, ബ്രഹ്മജ്ഞാനിയാണ്, സത്യസന്ധനാണ്, വേദധർമ്മങ്ങളിൽ താല്പര്യമുള്ള ആളാണ്.
ദക്ഷസ്യ ദുഹിതാരോഹി വൃതാദശ മഹാത്മന. മഹാത്മാവായ അദ്ദേഹം ദക്ഷപ്രജാപതിയുടെ 60 പെൺകുട്ടികളിൽ 10 പേരെ വിവാഹം ചെയ്തു. എന്നിട്ടോ വിവാഹവിധിനാ സമ്യക് മുനിനാ ഗൃഹധർമ്മിണ താസ്വജീജനയൽ പുത്രാൻ ധർമ്മ സത്യവതാം വരാ. മുനിയായ അദ്ദേഹം വിധിയനുസരിച്ച് അവരെയൊക്കെ വിവാഹം ചെയ്തു. എന്നിട്ടോ ഗൃഹധർമ്മിണ, ഗൃഹസ്ഥാശ്രമധർമ്മത്തെ സ്വീകരിച്ചു, അതിനെ പരിപാലിച്ചു. അദ്ദേഹം സത്യവതാം വര, സത്യവാന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം ധർമ്മൻ അവരിൽ, ആ പുത്രിമാരിൽ 10 പുത്രിമാരെ വിവാഹം ചെയ്തു എന്നാണല്ലോ, അവരിൽ പുത്രന്മാരെ സൃഷ്ടിച്ചു എന്നും പറയുന്നു. അങ്ങനെ ഉണ്ടായ പുത്രന്മാർ ഹരിം കൃഷ്ണം നരം ചൈവ തഥാ നാരായണം നൃപ. ധർമ്മന് ഉണ്ടായ പുത്രന്മാർ ആരൊക്കെയാണ്? ഹരി, കൃഷ്ണൻ, നരൻ, നാരായണൻ. അതിൽ തന്നെ പറഞ്ഞു യോഗാഭ്യാസരതോ നിത്യം. നരനാരായണന്മാരുടെ കഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് നരനാരായണന്മാരുടെ സഹോദരന്മാരായ ഹരിയുടെയും കൃഷ്ണന്റെയും കഥ പറയുകയാണ്. അതിൽ ഹരിയും കൃഷ്ണനും എങ്ങനെയുള്ളവരായിരുന്നു എന്നാ പറയണത്? യോഗാഭ്യാസരതോ നിത്യം ഹരി കൃഷ്ണോ ബഭൂവഹ. ഇപ്പൊ ഹരിയും കൃഷ്ണനും, നരനാരായണന്മാരുടെ കഥ പറയുന്നതിന് മുമ്പ് മറ്റു 2 പേരുടെ കഥ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവരെന്തിൽ താല്പര്യമുള്ള ആളുകളാണ്? യോഗാഭ്യാസരത. യോഗാഭ്യാസത്തിൽ, യോഗാസനങ്ങളൊക്കെ ചെയ്യുന്നതിൽ വലിയ താല്പര്യമുള്ളവരായിരുന്നു എന്നും പറയുന്നു. അങ്ങനെ ആ 12ാമത്തെ ശ്ലോകത്തോടെ ഇന്നത്തെ അമ്മയെ അറിയാൻ എന്ന അക്ഷരോപാസന അമ്മയിൽ അലിയാനുള്ള ആഗ്രഹത്തോടു കൂടി ഭഗവതിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.